കത്തോലിക്ക സഭയിൽ നമ്മൾ ദുഃഖശനിയാഴ്ച ദിവസം മരിച്ചവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കബറുകളിൽ പോയി ധൂപപ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ട്. ഇത് വേദോത്സവമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ മരണശേഷം എന്തിനാണ് നമ്മൾ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? അതിന് ഉപോദ്ബലകമായ അതിസമ്പന്നമായ ദൈവവചനങ്ങൾ വേദോത്സവത്തിൽ എല്ലായിടത്തുമുണ്ട്. നമ്മുടെ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 3:19 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവോടുകൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണശേഷം പാതാളത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി ബന്ധനസ്ഥരായിട്ടുള്ള ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മൾ കബറടക്ക സമയത്ത് പാടുന്ന മനോഹരമായൊരു പാട്ടുണ്ട്, നോഹയും ഹാമും ഷേമും യാഫത്തും ഒക്കെയും കർത്താവിനെ കാണാൻ ചെന്നതായിട്ട്, അങ്ങനെ തലമുറകളുടെ പേരുകൾ പറഞ്ഞ് കർത്താവിനെ കാണാൻ ചെല്ലുന്നതായിട്ട് നമ്മൾ കബറടക്ക സമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്. അതായത് കർത്താവ് ആത്മാവോടുകൂടി ചെന്ന് പാതാളത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം എന്ന് പറയുന്നത് പ്രകാശമാണ്. ആ പ്രകാശം അവരുടെ ജീവിതത്തിൽ കൊടുക്കുവാനായിട്ട്, അവരെ ഉയർത്തുവാനായിട്ട് കർത്താവ് ശ്രമിച്ചു എന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ മരിച്ചവരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് നമ്മൾ വേദപുസ്തകത്തിലുടനീളം കണ്ടറിയുന്നത്. നമ്മൾ നിയമാവർത്തന പുസ്തകം 33:6 ഒരു വാക്ക് പറയുന്നുണ്ട്, അപ്പനോട് വലിയ ദ്രോഹം ചെയ്ത റൂബൻ. അപ്പനായ യാക്കോബിൻ്റെ കിടക്കയെ അശുദ്ധമാക്കിയ മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റി വേദപുസ്തകം പറയുന്ന വാക്ക് ഇപ്രകാരമാണ്. മോശ ഈ റൂബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രീതി നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തനം 33:6 മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റൂബൻ ജീവിക്കട്ടെ, അവൻ മരിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നത്, ഈ മരിച്ചവരാരും വിസ്മൃതിയിൽ ആണ്ടുപോകുന്നതായിട്ട് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. വേദോത്സവത്തിൻ്റെ പശ്ചാത്തലങ്ങളെ നമ്മളത് വ്യാഖ്യാനിച്ചാൽ ദൈവത്തിൻ്റെ സ്മൃതിയിൽ എപ്പോഴും, സ്മൃതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക ശരിയാണെന്നറിയില്ല, എങ്കിൽ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നമ്മുടെ മരിച്ചവർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മോശയെപ്പറ്റി വേദോത്സവം അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 34:5-6 വാക്യങ്ങൾ, 34-ാം അധ്യായം 5-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങൾ. അത് കർത്താവിൻ്റെ ദാസനായ മോശ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോവാബ് ദേശത്ത് ബത്പെയോറിന് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഈ മോശയെ തന്നെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം പുതിയ നിയമത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ താബോറിലെ കർത്താവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് 17:3 മത്തായി 17:3 അതിൽ പറയുന്നു, മോശയും ഏലിയാവും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. മരിച്ചവരെല്ലാവരും വിസ്മൃതിയിലേക്ക് പോകേണ്ടവരാണെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരാളായിട്ട് മോശയെ അവിടെ അവരോധിക്കേണ്ട കാര്യം ഇല്ലല്ലോ. നമ്മൾ കാണുന്നു മോശ സംസാരിക്കുന്നത് എന്താണ്? ഉടൻ തന്നെയുള്ളവൻ്റെ കടന്നുപോക്കലിനെ പറ്റിയാണ്, യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളെ പറ്റിയൊക്കെയാണ് അവർ സംസാരിച്ചതെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം അറിയുന്ന, ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന, ഭൂമി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാത്മാവായിട്ടാണ് മോശയുടെ ആത്മാവിനെ അവിടെ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഒരു മോർച്ചറിയിൽ നിന്ന് മറ്റൊരു മോർച്ചറിയിലേക്കുള്ള മാറ്റമല്ല ക്രിസ്തീയ മരണം എന്നത്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ മരണത്തെപ്പറ്റിയും അടക്കത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. നമ്മളെന്തിനാണ് ഈ പരേതരുടെ കബറിടങ്ങളിലേക്ക് പോവുകയും അവിടെ ധൂപപ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നത്? നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഗോഷാൻ ദേശത്ത് യാക്കോബിനെ തൻ്റെ പുത്രനായ ജോസഫ് നല്ല കാലം വന്നപ്പോൾ കൂട്ടിക്കൊണ്ടു പോവുകയും എഫ്രായിമിനെയും മനാസായെയും, അതായത് ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചതിൻ്റെ തുടർച്ചയായി യാക്കോബ് അവരോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി ഹിത്തിനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക.
ഈ ഹിത്തിനായ എഫ്രോണിൻ്റെ വയലിൽ തന്നെ കൊണ്ടുപോയി അടക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? അതിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പരിചയമായിരിക്കും, ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും കടത്തീരത്തെ മണത്തിരി പോലെയും നിൻ്റെ മക്കളെ വർദ്ധിപ്പിക്കും എന്നൊക്കെ പറയുന്നെങ്കിലും സാറ മരിക്കുമ്പോൾ ഒരു തുണ്ട് ഭൂമി അബ്രഹാമില്ല. ഈ അബ്രഹാം ഹിത്തിനായ എഫ്രോണിൻ്റെ അടുക്ക് ചെന്നിട്ട് വെള്ളി നാണയം കൊടുത്ത് തൻ്റെ ഭാര്യയെ സംസ്കരിക്കാനായിട്ടുള്ള സ്ഥലം വാങ്ങിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ആ സ്ഥലത്തെപ്പറ്റിയാണ് യാക്കോബ് തൻ്റെ മരണവിനാഴികളിൽ സംസാരിക്കുന്നത്. ഹിത്തിനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാമ്രയ്ക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്പലയിലെ വയലിലാണ് ആ ഗുഹ. ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്തിനായ എഫ്രോണിൽ നിന്ന് അബ്രഹാം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും. അബ്രഹാത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റെബേക്കായെയും സംസ്കരിച്ചത്. നമുക്കറിയാം, യാക്കോബിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ലേയായും ഭാര്യയായിരുന്നു, റാഹേലും ഭാര്യയായിരുന്നു. അപ്പോൾ അതിൽ ലേയ ആദ്യം മരിക്കുന്നുണ്ട്. അപ്പോൾ ലേയ മരിച്ചപ്പോൾ അവളെ കൊണ്ടുവന്ന് സംസ്കരിച്ചതും അവിടെ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം വളരെ സത്യമായൊരു വാക്യം നമ്മൾ കാണുന്നു. ഉൽപ്പത്തി 49:33. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു, അവൻ അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. മരണമെന്ന് പറയുമ്പോൾ എന്തിനാണ് ജനത്തോട് ചേർന്നു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്. എവിടെയാണ്? ഉൽപ്പത്തി 35:29 ഈ യാക്കോബിൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ കാര്യം. ഉൽപ്പത്തി 35-29 വാക്യത്തിൽ ഇസഹാക്ക് അന്ത്യശ്വാസം വലിച്ച് വൃദ്ധനായ അവൻ തൻ്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഇസഹാക്കിൽ നിന്ന് മാറിയിട്ട് അബ്രഹാമിലേക്ക് കടന്നു വന്നാലോ? ഉൽപ്പത്തി 25:8 പറയുന്നുണ്ട്, തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രഹാം അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു എന്നാണ്. മരിച്ച് മണ്ണടിഞ്ഞു പോയി അല്ലെങ്കിൽ വിസ്മൃതിയിലാണ്ട് പോയി എന്നൊന്നുമല്ല പറഞ്ഞേക്കുന്നത്, ജനത്തോട് ചേർന്നു എന്നുള്ളതാണ്. ജനമെന്നുള്ള വാക്യം അതിൻ്റെ അർത്ഥം എന്നത് ജീവിക്കുന്നവരുടെ കൂട്ടം എന്നാണ്. ജീവിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് നമ്മുടെ മരിച്ചവർ പോകുന്നത്. അവർ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടേയിരിക്കുന്നത് താബോർ മലയിൽ മോശയും ഏലിയാവും കണ്ടതുപോലെ. നമ്മൾ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി റൂത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നവോമി ഒത്തിരി കഷ്ടപ്പാടും കണ്ണീരും ഒക്കെയായിട്ട് കഴിഞ്ഞുകൂടുവേ തൻ്റെ മരുമകളായ റൂത്തിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ അവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വംശാലയിൽ വരുന്ന ബോവാസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ്. റൂത്തിൻ്റെ പ്രതിശ്രുത വരനായി വരുന്ന ബോവാസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാണിക്കുന്ന കർത്താവ്. ഈ പ്രാർത്ഥനകളെല്ലാം കൂടെ ക്രോഡീകരിച്ചാവാം നമ്മുടെ മലങ്കര സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ദിവസത്തിൽ നിൻ്റെ സൃഷ്ടിയെ പുത്തനാക്കി അനുഗ്രഹമാക്കണമേ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും മടിയിൽ ഞങ്ങളുടെ മരിച്ചുപോയവരെ വസിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ജനം ജീവിക്കുന്നവരുടെ കൂട്ടമാണെങ്കിൽ അബ്രഹാം ജീവിക്കുന്നവനാണ്, ഇസഹാക്ക് ജീവിക്കുന്നവനാണ്, യാക്കോവ് ജീവിക്കുന്നവനാണ്. ഈ കാലഘട്ടത്തിൽ 2025 മരിച്ച ഇന്ന പിതാവും ഞങ്ങളുടെ ഇന്നയാളും ദൈവമേ നിൻ്റെ നീ ഞങ്ങൾക്കായി നൽകിയ പിതാക്കന്മാരുടെ മടിത്തട്ടിൽ വസിക്കുവാനും അങ്ങനെ ജീവിക്കുന്നവരുടെ കൂട്ടം സ്വർഗത്തിൽ ചേരുമ്പോൾ ഞങ്ങളും അവരോടൊപ്പം ആയിരിക്കാനും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് ഓർമ്മിക്കാം. അവരുടെ കുഴിമാടങ്ങളിൽ നമ്മൾ ഓരോ മെഴുകുതിരി കത്തിക്കുമ്പോഴും പ്രകാശം ജ്വലിപ്പിക്കുമ്പോഴും അവിടെ നമ്മൾ പറയുന്നത് ഇതാണ്, നിങ്ങൾ കർത്താവിൽ നിന്ന് നേടിയെടുത്ത പ്രകാശം, ആ പ്രകാശമാണ് ഞങ്ങളുടെ ജീവിത പ്രകാശം.